So today in the class നമുക്ക് വൈറ്റമിൻ ഡി ഒന്ന് പെട്ടെന്ന് റിവൈസ് ആക്കിയാലോ. വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ്. അത് എങ്ങനെയൊക്കെ സിന്തസൈസ് ചെയ്യുക, ലൈക്ക് ദ സോഴ്സസ് ഓഫ് വൈറ്റമിൻ ഡി എന്ന് ചോദിച്ചാൽ നമ്മൾ സൺലൈറ്റിൽ ഇറങ്ങി നിൽക്കുന്നു. വൈറ്റമിൻ ഡി നമ്മുടെ സ്കിന്നിനുള്ളിൽ ഓൾറെഡി ഉണ്ട്. സോ വൈറ്റമിൻ ഡി ഈസ് ആക്ടിവേറ്റഡ് വെൻ skin is exposed to sunlight. So exposure of the skin to the sunlight can synthesize vitamin D. And also it from food. ഏതൊക്കെ ഫുഡ് എന്നാവാം നോക്ക്. ഫിഷ് ലിവർ ഓയിൽ. ഈ ഫിഷ് ലിവർ ഓയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ എയിലും വൈറ്റമിൻ ഡിയിലും അത് നല്ല ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഫിഷും ഫിഷ് ലിവർ ഓയിൽ പറയുമ്പോൾ പിന്നെ ഫിഷ് ഓർക്കുക. പിന്നെ മുട്ടയുടെ മഞ്ഞ, എഗ് യോക്ക്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മിൽക്കിലും കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ ഉണ്ട്. സോഴ്സസ് കഴിഞ്ഞു. ഇനി ന്യൂട്രീഷണലി ഇമ്പോർട്ടൻറ്റ് ഫോംസ് ഓഫ് വൈറ്റമിൻ. പ്ലാന്റ്സിലും ആനിമൽസിലും എങ്ങനെയാണ് വൈറ്റമിൻ ഡി എക്സിസ്റ്റ് ചെയ്യുന്നത്? ഒന്ന് എർഗോ കാൽസിഫെറോളായിട്ട് ഇൻ പ്ലാന്റ്സിൽ എർഗോ കാൽസിഫെറോൾ, ദാറ്റ് ഈസ് D2 ഫോമിലാണ്. ആനിമൽസിൽ D3 ഫോമിലാണ്, ദാറ്റ് ഈസ് കോളി കാൽസിഫെറോൾ. ഓക്കെ. ഇനി വൈറ്റമിൻ ഡി ഒരു പ്രോ ഹോർമോണാണ്. എവിടെ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാം. ഇറ്റ്സ് ഐദർ ഫ്രം ഇത് 7D ഹൈഡ്രോ കൊളസ്ട്രോളിൽ നിന്നോ അല്ലെങ്കിൽ എർഗോസ്റ്റെറോളിൽ നിന്നാണ് ബൈ ദി ആക്ഷൻ ഓഫ് UV ലൈറ്റ് അല്ലെങ്കിൽ UV റേഡിയേഷൻ്റെ ആക്ഷൻ വഴിയാണ് ഈ വൈറ്റമിൻ ഡി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. 7D ഹൈഡ്രോ കൊളസ്ട്രോൾ അല്ലെ എർഗോസ്റ്റെറോൾ ബൈ ദി ആക്ഷൻ ഓഫ് UV റേഡിയേഷൻ. പിന്നെ വൈറ്റമിൻ ഡീൻ്റെ പ്രൊഡക്ഷൻ സ്കിന്നിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡീൻ്റെ പ്രൊഡക്ഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എക്സ്പോഷർ ടു സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്? പിഗ്മെൻറ്റേഷൻ ഓഫ് സ്കിൻ. നമ്മൾ ഭയങ്കര പിഗ്മെൻറ്റഡ് ആണെങ്കിൽ വൈറ്റമിൻ ഡി ഉണ്ട് നമ്മുടെ ശരീരത്ത്, അങ്ങനെയില്ല. സൺലൈറ്റ് എത്ര കൊള്ളുന്നു, എക്സസൈസ്. ഇപ്പോൾ വൈറ്റമിൻ ഡി എക്സസ് ആയെന്ന് വെച്ചോ, പ്രൊഡക്ഷൻ സൺലൈറ്റ് അതിനെ ബ്രേക്ക് ചെയ്യും. വൈറ്റമിൻ ഡി എക്സസ് ആയാലും സൺലൈറ്റ് അതിനെ ബ്രേക്ക് ചെയ്യും. സോ വൈറ്റമിൻ ഡി പ്രൊഡക്ഷന് സൺലൈറ്റ് സഹായിക്കും, എക്സസ് ആയാലും സൺലൈറ്റ് അതിനെ ബ്രേക്ക് ചെയ്യും. അപ്പം വൈറ്റമിൻ ഡി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്പോഷർ ടു സൺലൈറ്റ്, ഓക്കെ, ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി പിഗ്മെൻറ്റേഷൻ ഓഫ് സ്കിൻ. പിന്നെ കാൽസിഫ്ലോ. ഇപ്പം നമ്മുടെ ശരീരത്തുള്ള വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ഇൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്നത്, പ്ലാന്റ്സിലാട്ടോ, ആനിമൽസ് എന്ന് പറയുന്നത് കാൽസിട്രയോളാണ്. അത് വൈറ്റമിൻ D3 ആണ് കാൽസിട്രയോൾ. ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടാൻ സഹായിക്കും. ബ്ലഡ് കാൽഷ്യം എന്ന് വെച്ചാൽ ലൈക്ക് എങ്ങനെ കൂട്ടും? കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഇൻഡസ്റ്റൈനിൽ നിന്ന്, കിഡ്നിയിൽ നിന്ന്, ഇത് റീനൽ ട്യൂബ്യൂൾസ്, ഡിസ്റ്റൽ പാർട്ട് ഓഫ് ലീനൽ ട്യൂബ്യൂൾസിൽ നിന്ന്, ഇതൊക്കെ അബ്സോർപ്ഷനും ഒക്കെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഡി. അതായത് കാൽസിട്രയോൾ ആക്റ്റീവ് ഫോമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റെക്കമെൻഡ് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് ചിൽഡ്രനിലും അഡൽട്ട്സിലും, മെയിലായിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിലും, പ്രഗ്നൻസിയിലും ലാക്റ്റൻസിലും എല്ലാം 600 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ ആണ്, ലിറ്റർ അല്ല, പെർ ഡേ വേണ്ടത്. പിന്നെ ഫോർ ദി ഓൾഡ് പേഴ്സൺസ്, അതായത് ഏജ് അബോവ് 16, അവർക്ക് 800 വേണം ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ. ഇൻഫൻസിന് 400 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേയും, ഇൻഫൻസിന് കുറവ് മതി. പിന്നെ ഒബീസ് ആയിട്ടുള്ള ചിൽഡ്രൻ, കുറച്ച് വണ്ണമൊക്കെ ഫാറ്റൊക്കെ ഉള്ള ഇഷ്ടം പോലെയുള്ള ചിൽഡ്രന് 800 വേണം. പിന്നെ അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ കൊടുക്കുമ്പോൾ സജസ്റ്റഡ് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേയും, അതായത് 50,000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ വീക്കിലിയും കൊടുക്കണം. തെറ്റിച്ചു, 1000 യൂണിറ്റ്സ് ഡെയിലിയും 50,000 യൂണിറ്റ്സ് വീക്കിലിയും കൊടുക്കണം.
ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ലൈക്ക് പെർ ഡേ വരരുത്. പെർ ഡേയിൽ കൊടുക്കേണ്ടത് ഓസ്റ്റിയോപൊറോസിസിന് നമുക്ക് പെർ ഡേ അല്ല കൊടുക്കുന്നത്. പെർ ഡേ ആണെങ്കിൽ ഡെയിലി 1000 കൊടുക്കണം. വീക്ക്ലി ആണെങ്കിൽ 50,000 വേണം കൊടുക്കണം. സോഴ്സസ് ഓൾറെഡി പറഞ്ഞു. ഇനി ആക്ടിവേഷൻ, വൈറ്റമിൻ ഡിൻ്റെ ആക്ടിവേഷൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പ്രോ ഹോർമോണാണെന്ന് പറഞ്ഞു. അത് ഇനാക്റ്റീവ് ഫോമിലാണ്. ആക്റ്റീവ് ആവുന്നത് സൺലൈറ്റിൻ്റെ എക്സ്പോഷർ വഴിയാണ്. അത് കോളി കാൽസി ട്രയോളാണ് വൈറ്റമിൻ D3. കോളി കാൽസി ട്രയോൾ. കാൽസി ട്രയോൾ എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോമാണ്. കാൽസിഫെറോൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കോളി കാൽസിഫെറോൾ. അത് ലിവറിൽ നിന്ന് ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ലിവറിൽ എന്താണെന്ന് അറിയോ? OH ആഡ് ആവുന്നു. OH ഇത് ഹൈഡ്രോക്സിലേഷൻ നടക്കുന്നു. എവിടെ? 25th പൊസിഷൻ ഓഫ് ദി കോളി കാൽസിഫെറോൾ. അപ്പോൾ എന്തിട്ടും 25 ഹൈഡ്രോ കോളി കാൽസിഫെറോൾ ഉണ്ടാവും. ദെൻ അത് കിഡ്നിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു OH ഗ്രൂപ്പ് വീണ്ടും ഹൈഡ്രോക്സിലേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഫസ്റ്റ് പൊസിഷൻ. കിഡ്നിയിലേക്ക് പോകുന്നതിന് മുമ്പ് ലിവറിൽ നിന്നത് പ്ലാസ്മയിൽ ചെല്ലുമല്ലോ. പ്ലാസ്മയിൽ അവിടെ വൈറ്റമിൻ D ബൈൻഡിങ് പ്രോട്ടീനുമായിട്ട് ഇത് ബൗണ്ട് ചെയ്യും. എന്നിട്ടാണ് അത് കിഡ്നിയിൽ ചെല്ലുന്നത്. കിഡ്നിയിൽ അത് ഫസ്റ്റ് പൊസിഷനിൽ ഹൈഡ്രോക്സിലേഷൻ നടന്ന് OH ആഡ് ചെയ്യും. സോ 125 ഡൈഹൈഡ്രോക്സി കോളി കാൽസിഫെറോൾ ഉണ്ടാവും. ദാറ്റ് ഈസ് കാൽസി ട്രയോൾ. ട്രയോൾ എന്ന് വരാൻ കാരണം 3 OH ഗ്രൂപ്പ് ഉണ്ട്. കാൽസിഫെറോളിൽ ഓൾറെഡി ഒരു OH ഉണ്ട്. ഓളെന്ന് കണ്ടില്ലേ? പിന്നെ ഒരു 2 OH ആഡ് ആവുമായി. ഇപ്പോൾ കാൽസി ട്രയോളായി. അതാണ് ആക്റ്റീവ് ഫോം. അപ്പോൾ ആക്ടിവേഷന് മനസ്സിലായോ? ലിവറിൽ നിന്ന് കിഡ്നിയിലാണ് ലാസ്റ്റ് ആക്ടിവേറ്റഡ് ആവുന്നത്. ലിവറിൽ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ലിവറിൽ ഒരു ഹൈഡ്രോക്സിലേഷൻ നടന്നു 25th പൊസിഷനിൽ. എന്നിട്ട് അത് പ്ലാസ്മയിലാവുമ്പോൾ പ്ലാസ്മയിൽ ഒരു ബൈൻഡിങ് പ്രോട്ടീനിൽ വന്ന് അറ്റാച്ച് ചെയ്യും. വൈറ്റമിൻ D ബൈൻഡിങ് പ്രോട്ടീനിലേക്ക്. എന്നിട്ട് അത് കിഡ്നിയിൽ പോകും. കിഡ്നിയിൽ വീണ്ടും ഹൈഡ്രോക്സിലേഷൻ ഫസ്റ്റ് പൊസിഷനിൽ നടക്കും. അപ്പോഴാണ് ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ D ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് കാൽസി ട്രയോൾ. വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ്? അതായത് ഇറ്റ് ഹാസ് 3 ഇഫക്റ്റ് ഉണ്ട്. ലൈക്ക് 3 എണ്ണത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദി ആക്ട് ഓൺ ബോൺ, GIT അല്ലെ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസൽ സെൽസ്, പിന്നെ കിഡ്നി. ബോണിൽ എന്ത് സഹായിക്കുന്നു? ബോണിൽ അത് കാൽഷ്യത്തിൻ്റെയും അവർ ഓസ്റ്റിയോബ്ലാസ്റ്റിനെ സിന്തസൈസ് ചെയ്യും. ഓസ്റ്റിയോബ്ലാസ്റ്റ് ALPനെ സെക്രീറ്റ് ചെയ്യും. ALP ലോക്കൽ ഫോസ്ഫേറ്റിൻ്റെയും കാൽഷ്യത്തിൻ്റെയും കോൺസെൻട്രേഷനെ കൂട്ടുന്നു. ALPൻ്റെയും ലോക്കൽ ഫോസ്ഫേറ്റിൻ്റെയും കോൺസെൻട്രേഷൻ കൂട്ടുകയും അയോണിക് കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുകയും മിനറലൈസേഷൻ ഓഫ് ബോൺ ഒക്കുകയും ചെയ്യുന്നു. ഇതാണ് എന്ത് സഹായിക്കുന്നത്? ബോണിൽ വൈറ്റമിൻ D സഹായിക്കുന്നത്. ഇനിയും ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസൽ GITയിൽ എന്താ സഹായിക്കുന്നത്? കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെ അബ്സോർപ്ഷന് സഹായിക്കുന്നു. അതുപോലെ തന്നെ കിഡ്നിയിലോ ഡിസ്റ്റൽ കോൺവുലേറ്റഡ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ സഹായിക്കുന്നു. ലൈക്ക് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ദ കിഡ്നി. സോ ഇതാണ്. അതുപോലെ ഈ GITയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കാൽബൈൻഡിൻ്റെ സിന്തസിസ് കൂട്ടുന്നു. സിന്തസിസ് ഓഫ് കാൽബൈൻഡിൻ ഇൻക്രീസ്ഡ്. സോ കാൽബൈൻഡിൻ എന്ന് വെച്ചാൽ കാൽഷ്യം ബൈൻഡിങ് പ്രോട്ടീനാണ്. സോ അബ്സോർപ്ഷന് സഹായിക്കും. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇനിയും വൈറ്റമിൻ Dൻ്റെ ഡെഫിഷ്യൻസി കാരണം റിക്കറ്റ്സ് ഉണ്ടാവാം. ചിൽഡ്രനിൽ ഓസ്റ്റോമലാസിയ ഉണ്ടാവാം ഇൻ അഡൾട്ട്സിൽ. ഇനിയും വൈറ്റമിൻ D എന്ന് നമ്മൾ റാക്കറ്റിക് വൈറ്റമിൻ എന്ന് വിളിക്കും. കാരണം റിക്കറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. റാക്കറ്റിക്.
ഇനിയും ഇതെത്ര വാട്ട് ആർ ദ കോസസ് ഓഫ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിൻ്റെ കാരണങ്ങളെന്ന് വെച്ചാൽ കാൽഷ്യത്തിൻ്റെ ഫോസ്ഫേറ്റിൻ്റെയും അളവ് കുറവായിരിക്കാം, പിന്നെ സൺലൈറ്റിൻ്റെ വെട്ടം ഇന്നഡിക്കേറ്റ് ആവാം, പിന്നെ വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നു. കാരണം ഒബ്സ്ട്രറ്റിക് ജോണ്ടിസ് എന്താ ചെയ്യുന്നത്? ഒബ്സ്ട്രറ്റിക് ജോണ്ടിസിൽ ഇത് മറ്റേ കനാലിക്കുലിയില്ലേ, ബൈൽ ഡക്റ്റ് ബ്ലോക്കായി. ബൈൽ ഡക്റ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് ബൈൽ സോൾട്ട് ചെല്ലത്തില്ല ഇൻഡസ്റ്റൈനിൽ. സോ ബൈൽ സോൾട്ട് ചെന്നില്ലെങ്കിൽ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് അബ്സോർപ്ഷൻ നടക്കത്തില്ല. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസിന് ബൈൽ സോൾട്ട് വേണം ഫോർ ഇറ്റ്സ് അബ്സോർപ്ഷൻ. അത് ലിപ്പിഡ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. സോ ദർ വിൽ ബി മാൽ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ ഡി. സ്റ്റീറ്റോറിയയിലും അങ്ങനെ തന്നെയാണ്. ഫാറ്റ് ഭയങ്കര എക്സസ് ആയിരിക്കും. ഫാറ്റ് വിൽ നോട്ട് ബി അബ്സോർബ്ഡ്. ഫാറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല, അപ്പോൾ വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. ഹൈ ഫേറ്റേറ്റ് എന്ന് വെച്ചാൽ കണ്ടൻറ്റ് ഇൻ ദ ഡയറ്റ്. ഹൈ ഫേറ്റഡ് കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ലൈക്ക് ഫൈറ്റിക് ആസിഡ് എന്ത് ചെയ്യും? ഇൻഡസ്റ്റൈനിലുള്ള കാൽഷ്യത്തെ. ഫൈറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ സീരിയൽസിലും ലഗൂംസിലൊക്കെ കാണുന്ന ഒരു തരം ആസിഡാണ്. ഈ ആസിഡ് കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്യും ഇൻഡസ്റ്റൈനിൽ. സോ അവിടെ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുന്നില്ല, ലെസ് കാൽഷ്യം ആയിരിക്കും അവൈലബിൾ. സോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണമാവാം, അപ്പോൾ ഡെഫിഷ്യൻ്റ് ആവും. പിന്നെ വൈറ്റമിൻ ഡി ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലിവറോ കിഡ്നിക്കോ വല്ല ഡിസീസ് ഉണ്ടായാൽ പറഞ്ഞില്ലേ, ലിവറിൽ ആദ്യം 25 ഒഴിച്ച് ആഡ് ചെയ്തിട്ട് കിഡ്നിയിലുമാണ് ആക്ടിവേഷൻ നടക്കുന്നത്, ലിവറിലും കിഡ്നിയിലും. സോ ഈ ആക്ടിവേഷൻ നടക്കാത്തതിൻ്റെ കാരണം ലിവറോ കിഡ്നിയോ റീനൽ ഡിസീസോ കാരണം ഇപ്പോൾ വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കുന്നില്ല. വൈറ്റമിൻ ഡി ആക്ടിവേറ്റ് ആയാലേ ഈ സംഭവങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ദ കോസസ് ഓഫ് വൈറ്റമിൻ ഡി. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ച്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലാസ്റ്റാണിത്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് റിക്കറ്റ്സ്. റിക്കറ്റ്സിൻ്റെ എന്തൊക്കെ അസുഖങ്ങൾ വരാം, അത് ചിൽഡ്രനിൽ കാണുന്നതാണ്. ഇറ്റ് ഈസ് മോർ കോമൺലി ചെയ്യുന്നത്. അപ്പോൾ ഇത് മറ്റേത് ഓസ്റ്റിയോമെലയ്ക്ക് രണ്ട് സെയിം ആണ്, രണ്ട് ഫീച്ചേഴ്സ് സെയിം എഴുതാൻ മതി. ചില ഫീച്ചേഴ്സൊക്കെ കൂടുതൽ റിക്കറ്റ്സിനാണ് കൂടുതൽ. ഓസ്റ്റിയോമെലക്കയിൽ മറ്റേ അഡൾട്ട്സിന് കാണുന്നു, റിക്കറ്റ്സ് ആർക്ക് കാണുന്നു? ചിൽഡ്രൻസിൽ കാണുന്നു. എന്തുകൊണ്ടാണ്? കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നു. ലോ കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഇൻ ദ സെറം. അപ്പോൾ മിനറലൈസേഷൻ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള മിനറലൈസേഷൻ ഓഫ് ബോൺ ആയിരിക്കും. ബോൺ ബിക്കം സോഫ്റ്റ് ആൻഡ് പ്ലയബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ ALP കണ്ടൻറ്റ് വിൽ ബി എലിവേറ്റഡ്. ബോൺ ഡിഫോമാറ്റി ഉണ്ടാവും. പിന്നെ വെയ്റ്റ് ബെയറിംഗ് ബോൺസൊക്കെ ബെൻഡാവും. വെയ്റ്റ് ബെയറിംഗ് ബോൺസ് ആർ ബെൻഡ്. അതായത് നോക്ക് നീസ് ഉണ്ടാവും, ദാറ്റ് ഈസ് ജെനു വാൽഗം. പിന്നെ ജെനു വാരം ഉണ്ടാവും, ദാറ്റ് ഈസ് ബോനീസ് ഉണ്ടാവും. പിന്നെ ഒരു പീജൻ ചെസ്റ്റ് ഫോം ചെയ്യും, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ എൻലാർജ്മെൻറ്റ് ഓഫ് സ്റ്റേർണം ആൻഡ് റിബ്സ്, അല്ലെ പ്രൊട്രൂഷൻ ഓഫ് സ്റ്റേർണം ആൻഡ് റിബ്സ്. പിന്നെ ഹാരിസൺ സൾക്കസ് അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രോണ്ടൽ ബോണിൻ്റെ ബോസിങ് ഓഫ് ഫ്രോണ്ടൽ ബോൺ. പിന്നെ സോഫ്റ്റ് സ്കള്ളായിരിക്കും, ക്രേനിയോ ടൈപ്സ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിന് തന്നെ. ഇനി ഓസ്റ്റിയോമെലക്കെ എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സീൻ ഇൻ അഡൾട്ട്സ്. ഓക്കെ, ദ ബോൺ ബിക്കം സോഫ്റ്റ് ആൻഡ് പ്ലയബിൾ ആയിരിക്കും. ഓസ്റ്റിയോപോറോസിസിന് കാരണമാകും. ഫ്രാക്ചർ ബോൺ ആയിരിക്കും, പ്രോൺ ആയിരിക്കും. കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും ലെവൽ കുറവായിരിക്കും. ALP എലിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, സെയിം അല്ലേ? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇൻ അഡൾട്ട്സ് ലീഡ്സ് ടു എന്താണ്? ഓസ്റ്റിയോമെലാസിയ ആൻഡ് സോഫ്റ്റ് ആൻഡ് ബോൺസ് ആയിരിക്കും ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് മിനറലൈസേഷൻ. ലോ കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ലെവൽ ഇൻ സെറം ആയിരിക്കും. അതുപോലെ തന്നെ ALP വിൽ ബി എലിവേറ്റഡ്. ഇൻക്രീസ്ഡ് ഓസ്റ്റിയോപോറോസിസ്, ഫ്രാക്ചർ പ്രോൺ ബോൺ ആയിരിക്കും. ഇനി ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡീൻ്റെ കുറേ എടുക്കുകയാണെങ്കിൽ ഇൻടേക്ക്, അതായത് നമുക്ക് ഒരിക്കലും സൺ എക്സ്പോഷർ വഴി വൈറ്റമിൻ ഡി കൂടത്തില്ല. സണ്ണ് എക്സസ് വൈറ്റമിൻ D3 ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അതായത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. സോ സൺ എക്സ്പോഷർ ഡസ് നോട്ട് ഇൻക്രീസ് ദ വൈറ്റമിൻ D3 ലെവൽ. അതൊന്ന് ഓർത്തിരിക്കുക. ഇഫ് നമ്മൾ പറഞ്ഞാൽ നമുക്ക് 600 ഒക്കെ മതിയെന്ന്, 1500 എടുക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ, ഒരു ഡേയിൽ ഞാൻ 1500 എടുക്കുകയാണെങ്കിൽ എക്സസ് ആയിരിക്കും. ഹൈപ്പർ വൈറ്റമിനോസിസ് D ഉണ്ടാവും.
അതിൻ്റെ അപ്പം എനിക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടാവും, പോളിയൂറിയ ആവും, എക്സസ് തേഴ്സ്റ്റ് ഉണ്ടാവും, അല്ല ഇൻറ്റൻസ് തേഴ്സ്റ്റ് ഉണ്ടാവും. പിന്നെ സോഫ്റ്റ് ബോൺസിലൊക്കെ അല്ല സോഫ്റ്റ് ടിഷ്യൂസ് മിനറൽ കാൽസിഫിക്കേഷൻ നടക്കും. കാൽസിഫിക്കേഷൻ നടക്കുന്നത് ഹാർട്ട് ടിഷ്യൂസിലാണ്. സോഫ്റ്റ് ടിഷ്യൂസിൽ നടന്നാൽ എന്ത് സംഭവിക്കും? മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ നടക്കും. പിന്നെ എക്സസീവ് എക്സ്പോഷർ ടു സൺ, അപ്പം വീക്ക്നെസ്, പോളിയൂറിയ, ഇൻറ്റൻസ് തേഴ്സ്റ്റ് ഒക്കെയാണ്. സോ ദിസ് ഇസ് വാട്ട് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ചോദിക്കുമ്പോൾ അതിൻ്റെ സോഴ്സസ് എഴുതണം, റെക്കമെൻഡ് ഡെയിലി അലവൻസ് എഴുതണം, അതിൻ്റെ ആക്ടിവേഷൻ എങ്ങനെയാണ് എഴുതണം, പിന്നെ ഇഫക്റ്റ് ഓൺ ഡിഫറെൻറ്റ് ഇറ്റ്സ് എഫക്റ്റ് ബയോകെമിക്കൽ റോൾ അല്ലെങ്കിൽ എഫക്റ്റ് എഴുതണം, ബയോകെമിക്കൽ എഫക്റ്റ് എഴുതണം ഓൺ ബോൺ, കിഡ്നി ആൻഡ് GIT. പിന്നെ അതിൻ്റെ എന്ത് എഴുതണം, ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻറ്റ് ഫോമുകൾ എഴുതണം, പ്ലാന്റിലെ ആനിമൽ. പിന്നെ അതിൻ്റെ ലാസ്റ്റിൽ ഡെഫിഷ്യൻസിയും കൂടി എഴുതുക, സെറ്റ്. പിന്നെ റിക്കറ്റ്സിൻ്റെയും ഓസ്റ്റിയോമലാസിയൻ്റെയും ഫീച്ചേഴ്സും കൂടി എഴുതുക, തീർന്നു. താങ്ക്സ്.